ഉത്സവാഘോഷങ്ങൾ പ്രതിസന്ധിയിലാകുന്നതിന്റെ ആശങ്കയിൽ പൂരപ്രേമികൾ. ആശങ്ക പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. ഉത്സവങ്ങളും പെരുന്നാളുകളും നേർച്ചകളും നടത്തുന്ന ആഘോഷ കമ്മിറ്റികൾ ആശങ്കയിലാണ്. ഓരോ വർഷവും നിയമം കർശനമാക്കുമ്പോൾ നിബന്ധനകൾ ഏറി വരികയാണെന്നും വിവിധ വകുപ്പുകളുടെ അനുമതിക്കായി ഓഫീസുകൾ കയറിയിറങ്ങാനേ നേരമുള്ളൂവെന്നും ആഘോഷങ്ങൾ തടസ്സപ്പെടുന്നുവെന്നും ഇവർ പരാതിപ്പെടുന്നു. ആനയെഴുന്നള്ളിപ്പ്, വെടിക്കെട്ട്, പൂരപ്പന്തലുകൾ, രാത്രിയിലെ ചടങ്ങുകൾ, ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ തുടങ്ങി എല്ലാ മേഖലകളിലും പോലീസിൻ്റെതുൾപ്പെടെ വിവിധ വകുപ്പുകളുടെ നിയന്ത്രണങ്ങൾ ഏറി വരികയാണെന്നാണ് ആഘോഷ കമ്മിറ്റികളുടെ ആക്ഷേപം. ഓരോ വർഷം ചെല്ലുന്തോറും നിയമങ്ങൾ കർശനമാക്കുകയാണ്. ഇതൊരു പ്രദേശത്തെ മാത്രം വിഷയമല്ലെന്നും സംസ്ഥാനത്തെ മുഴുവൻ ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും നേർച്ചകളിലും ഈ പ്രതിസന്ധിയുണ്ടെന്നും സർക്കാർ തന്നെ പോംവഴി കണ്ടെത്തണമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു. ഉത്സവത്തിൻ്റെ സീസൺ ആരംഭിച്ചെങ്കിലും വളരെ അധികം ബുദ്ധിമുട്ടുകളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സംഘാടകർ വെടിക്കെട്ടിൻ്റെ ലൈസൻസിനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു രീതിയിലുള്ള സഹകരണങ്ങൾ മറ്റേ ജില്ലാ ഭരണകൂടങ്ങളിൽ നിന്നില്ല. ഒരു വിദഗ്ധ സമിതിയെ വെച്ചിട്ട് ഈ ഉത്സവങ്ങളുടെ പെരുന്നാളുകളിലേക്ക് വെടിക്കെട്ട് എങ്ങനെ നന്നായി നടത്തണമെന്ന് സർക്കാർ തന്നെ ആലോചിച്ച് ഇതിനൊരു പോംവഴി ഉടനെ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതാണ്. തൃശൂർ പൂരം അടുത്തിരിക്കെ പൂരം പ്രദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ഇനിയും ആരംഭിക്കാനായിട്ടില്ലെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. ഉത്സവങ്ങൾ തടസ്സപ്പെടുന്ന അവസ്ഥയാണെന്നും രാഷ്ട്രീയ നേതാക്കൾ മൗനം വെടിയണമെന്നും ഗിരീഷ് കുമാർ ആവശ്യപ്പെട്ടു. ഏത് മതത്തിൻ്റെ ആയാലും എല്ലാ ആഘോഷങ്ങളും നടത്തുന്നത് ഇപ്പോൾ നമുക്ക് കോടതിയെ സമീപിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓരോ നിയമങ്ങൾ വർഷം തോറും ഓരോ നിയമങ്ങൾ അതിൻ്റെ കാഠിന്യം കൂടി വരികയല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണമോ അല്ലെങ്കിൽ ഈ ആഘോഷങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമങ്ങളോ അവിടെ പാലിക്കപ്പെടേണ്ട കാര്യത്തിലേക്ക് വരുന്നില്ല. ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് മറ്റുള്ളവർ പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരേണ്ട നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ മറ്റേ രാഷ്ട്രീയ നേതാക്കൾ ഇവരാരും ഒരക്ഷരം പോലും മിണ്ടാതെ മൗനം പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. TCV തൃശൂർ.